കൊച്ചി നഗരസഭയിൽ വീണ്ടും കള്ളവോട്ട്. നമ്പ്യാപുരത്ത് 2-ാം നമ്പർ ബൂത്തിൽ മറ്റൊരാളുടെ പേരിൽ വോട്ട് ചെയ്തെന്നാരോപിച്ച് ജിൻസൺ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. BJP UDF സ്ഥാനാർത്ഥികളുടെ പരാതിക്ക് പിന്നാലെയാണ് അറസ്റ്റ്. NDA ബൂത്ത് ഏജന്റിന്റെ ഇടപെടലിലാണ് കുറ്റകൃത്യം കണ്ടെത്തിയത്. നമ്പ്യാപുരത്ത് ഇവിടെ ചില ആളുകൾ വോട്ട് ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവരുടെ വോട്ടുകൾ ചെയ്തു പോയതായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട്. അത് കൊച്ചിയിലെ പല സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്പ്യാപുരത്ത് വോട്ട് ചെയ്യുവാൻ വന്ന ഒരാളെ ഇവിടെ പരാതിയെ തുടർന്ന് പിടിച്ചു വച്ചിട്ടുണ്ട്. അത് ഓരോ വോട്ടറെയും ബുദ്ധിമുട്ടിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വോട്ടർമാർ പരാതിയുമായി വരുന്നത്. പല സ്ഥലങ്ങളിലും ഇത് ടെൻഡർ വോട്ടുകൾക്ക് വരെ ഇടയാക്കിയിട്ടുണ്ട്. നമ്പ്യാപുരത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കൊച്ചി നഗരസഭ 63-ാം ഡിവിഷൻ നമ്പ്യാപുരത്ത് 2-ാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് ചെയ്തു എന്ന ആരോപണത്തെ തുടർന്ന് ജിൻസൺ എന്നയാളെ അറസ്റ്റ് ചെയ്തു. BJP UDF സ്ഥാനാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ പോലീസിൽ രേഖാമൂലം പരാതി നൽകിയത്. കണ്ടുപിടിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ പാസ്പോർട്ട് കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ അയാൾ ഓൾറെഡി വോട്ട് ചെയ്തു. അതിന് ആ ഒബ്ജക്റ്റ് ചെയ്ത സമയത്ത് പോലും പ്രിസൈഡിംഗ് ഓഫീസർ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. ഇത് എനിക്ക് തോന്നുന്നു പ്രിസൈഡിംഗ് ഓഫീസറും അവിടെ ഇരിക്കുന്ന പോലീസുകാരും എല്ലാവരും കൂടി നടത്തുന്ന ഒരു ട്രിക്കാണോ കളിയാണോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ സംശയം. നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഓൾറെഡി നമ്മൾ റീകൗണ്ടിങ്ങിനും റീപോളിങ്ങിനും ഉള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിന്റെ അക്നോളജ്മെന്റ് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ സംശയം തോന്നിയ NDA സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ഏജന്റ് ഗിരീഷ് വിദേശത്ത് കപ്പലിൽ ജോലി ചെയ്യുന്ന തന്റെ സുഹൃത്ത് പെക്സൺ ആണ് യഥാർത്ഥ വോട്ടറെന്നും അദ്ദേഹം സ്ഥലത്തിൽ നിന്നും പോളിംഗ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും ജിൻസൺ വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. കുറെ നാളുകളായിട്ട് അയാൾ കപ്പലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അയാൾ ഇവിടെ ഇല്ല. അത് കാരണം കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്ന കാര്യമാണ് ഇയാള് പെക്സൺ അല്ല, പെക്സന്റെ ഇതിൽ വന്നേക്കണേ. പക്ഷേ കൊണ്ടുവന്നേക്കണ ID പ്രൂഫ് മാത്രം ചക്കാലക്കൽ പെക്സൺ മാത്രമുണ്ട്. ഈ രണ്ടുപേരുടെയും ഫോട്ടോ തിരിച്ചറിയാൻ പറ്റുന്നില്ല നമുക്ക്. എനിക്ക് ഈ വ്യക്തിനെ നേരിട്ട് അറിയുന്നത് കാരണം കൊണ്ട് മാത്രമാണ് ഇത് പിടിക്കാൻ പറ്റും. ID കാർഡിൽ ഫോട്ടോ ഒന്നും പടർന്നിടക്കണേന് ഈ ID ഈ ചക്കാലക്കൽ അതൊക്കെ കറക്റ്റാണ്. പക്ഷേ പെക്സൺ അല്ല, പെക്സൺ അല്ലത്. അയാള് വോട്ട് ചെയ്തിട്ടുണ്ട്, പോളിംഗ് ചെയ്ത്. ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞതാണ് അയാൾ ചെയ്ത്. തുടർന്ന് ബൂത്തിലുണ്ടായിരുന്നവരും സ്ഥാനാർത്ഥിമാരും ജിൻസനെ ബൂത്തിൽ തടഞ്ഞു വെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് പ്രദേശത്ത് നേരിയ തോതിൽ സംഘർഷാവസ്ഥയുണ്ടായി. ഒരു 2 മണി 3 മണിയായപ്പോൾ ഇവിടെ പോലീസുകാർ ആരുമില്ല, ഒരാളും ഇല്ല. അത്ര നേരം ഇവിടെ നല്ല അത് കഴിഞ്ഞ് ഈ കർമ്മസേനയുടെ കാര്യം പറഞ്ഞ ശേഷം ഇവിടെ പോലീസുകാർ വന്നു എല്ലാവരും മാറ്റി അതിനുശേഷം ഒരു 2 മണി 2:30 വരെ പോലീസുകാരുണ്ടാകുന്നില്ല. ഒരു 3 മണി 3:30 ആരും ഇവിടെ നിശബ്ദമായി. അപ്പോൾ ഞാൻ നേരെ ACP അങ്ങോട്ട് വിളിച്ച്, അതുപോലെ SI സാറിനെ വിളിച്ചു. SI വിളിച്ച് അവർ ഒരു 10-15 മിനിറ്റ് ഇവിടെ എത്തിയവർ. ഞാൻ പറഞ്ഞു ഇവിടെ വ്യാപകമായ കള്ളവോട്ട് നടക്കും, ഉറപ്പാണ്. ഇവിടെ ആരുമില്ല ചോദിക്കാൻ, നിങ്ങൾ ഇവിടെ എത്തിയിരിക്കണം, നിങ്ങൾ ഇവിടെ വരണം, വേഗം വരണം. ഇവിടെ അത് ചോദിക്കാനോ ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനോ ആരുമില്ല. എനിക്ക് നല്ല സംശയമുണ്ട് ഇവിടെ കള്ളവോട്ട് നടക്കും, അതുകൊണ്ട് നിങ്ങൾ എത്തണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവരിവിടെ എത്തി ഒരു 15 മിനിറ്റ് ഇവിടെ നിന്ന് പോയി. ഒരു 5 മിനിറ്റിനുള്ളിലാണ് ഈ കള്ളവോട്ട് നടന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.